ഹായ്, ഒത്തിരി നാളായി ഞാനിങ്ങനെ വന്നിട്ടല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ലൈവ് വരുമായിരുന്നു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പിന്നെ അങ്ങനെ ലൈവ് വന്നിട്ടില്ല. ഇടയ്ക്കിങ്ങനെ ആലോചിക്കും കുറച്ചും കൂടെ ഒന്ന് ചാനൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിക്കും. അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 വ്യൂ 300 വ്യൂ അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോസിൻ്റെ വ്യൂ ആദ്യം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ 1 മില്യണും അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 10,000 വ്യൂസ് അല്ലെ 25,000 വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് 200 വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ആരുടെയും കുറ്റമല്ല. എല്ലാവരും വിചാരിച്ച് ഞാൻ ചാനൽ നിർത്തിപ്പോയി, ചാനലില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ യൂട്യൂബ് ഒട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ലായിരുന്നു, കാരണം ഇത്രയും വലിയൊരു ബ്രേക്ക് വന്നതല്ലേ. പിന്നെ ജനുവരി പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി ഞാൻ കുറച്ച് കൂടുതൽ വീഡിയോ ഇട്ടു. ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ ഒരു 10-13 വീഡിയോ ആയിട്ട് ചുരുങ്ങി. മാർച്ച് ആയപ്പോൾ ഞാനിപ്പോൾ ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ, അതൊരു സാലഡിൻ്റെ വീഡിയോ. അപ്പം ഞാൻ വീഡിയോ ഇടാത്തതല്ല കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ യൂട്യൂബ് മാത്രമല്ല എല്ലാ കാര്യവും ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം മോളുടെ എക്സാമാണ്, അതും ആനുവൽ എക്സാമാണ്. അപ്പം അതിന് കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. എത്ര അതിൽ അവർ തന്നെ ഇരിക്കുന്നു പറഞ്ഞാലും നമ്മൾ കുറച്ച് പഠിപ്പിക്കാതെ ശരിയാവത്തില്ല. അപ്പോൾ അതിൻ്റെ എക്സാം 2-3 ദിവസം കൂടെ ഉണ്ട് കഴിയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇന്നലെ ഞാനൊരു ചെറിയൊരു സാലഡ് അന്നേരം പെട്ടെന്ന് ഇടുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ മൈക്കൊക്കെ ഓണാക്കാൻ ഇടയ്ക്ക് മറന്നുപോയി. ഇങ്ങനെ സൗണ്ടിൽ ഇച്ചിരി ക്ലാരിറ്റി പ്രോബ്ലമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കിട്ടുന്നേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ നാളെ അവൾ സ്കൂളിലെ എക്സാമിന് പോകുന്ന സമയത്തൊരു വീഡിയോ അന്നേരം ഷൂട്ട് ചെയ്ത് അന്നേരം ഇടും. ചെറിയ വീഡിയോസ് ഇടും, വലിയ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്തിരിക്കാൻ സമയമില്ല. കാരണം അവൾ വരുമ്പോഴത്തേക്ക് എല്ലാ ജോലിയും തീർക്കുകയും ചെയ്യണം, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ പിന്നെ ഞാനിപ്പം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 വ്യൂ അല്ലെങ്കിൽ 300 വ്യൂ എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇടണോ, നാണക്കേട് തോന്നി. എനിക്ക് ഇത്രയും വ്യൂ കുറഞ്ഞ് പോയല്ലോ. അപ്പോൾ ഇത് എൻ്റെ തന്നെ റീസൺ അല്ലേ, അപ്പോൾ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എന്നാൽ ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അത്രയും വലിയതായിട്ടൊന്നും കഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ അത്ര നല്ല വീഡിയോസും ഒക്കെ കുറേ ഇട്ട് തുടങ്ങി. അങ്ങനെ യൂട്യൂബിനും മനസ്സിലായി ഞാൻ സ്ഥിരമായിട്ട് വൈകുന്നേരം വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഒരു സാലഡിൻ്റെ വീഡിയോ 50,000 അതായത് 50K വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി സന്തോഷമായി. അതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ആ സാലഡിൻ്റെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോയും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഒന്നും അല്ലെങ്കിൽ 1K അല്ലെങ്കിൽ 2K അങ്ങനെ ചിലപ്പം 3K അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പഴയ ഒരു രീതിയിലേക്ക് വരും. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് കണ്ട് തയ്യാറാക്കിയിട്ട് അതിനൊരു ടേസ്റ്റ് ഗ്യാരണ്ടീഡാണെന്ന് അറിയാവുന്ന പലരും നമ്മളെ ഇപ്പോൾ ഈ ഇടയ്ക്ക് യൂട്യൂബിൻ്റെ അനലറ്റിക്സ് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു 34% ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇല്ലയെന്ന് വിചാരിച്ച് പോയവരും മറന്നുപോയവരും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇല്ലാതെ കുറേ നാൾ നിൽക്കുമ്പോൾ എന്തായാലും ആ ചാനലിനെ കുറിച്ച് ആൾക്കാർ മറക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചില വീഡിയോസൊക്കെ ചിലരുടെ മനസ്സിലുള്ളപ്പം തേടി വരും. അപ്പം ഞാൻ എത്ര നിർത്തി വെച്ചിരുന്നാലും നമ്മുടെ പഴയ വീഡിയോസ് ഒരു 160 വീഡിയോസ് യൂട്യൂബിൽ ടോപ്പിലുണ്ട്. അപ്പോൾ അതെല്ലാം സെർച്ച് എനിക്ക് എപ്പോഴും വ്യൂസ് ഉണ്ട് യൂട്യൂബ് സെർച്ചിൽ. പിന്നെ നമ്മുടെ ആ ഒരു പ്രത്യേക റെസിപ്പീസ് തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടവർ അത് മാത്രമേ പിന്നീട് ആ ഒരു കാറ്റഗറിയിൽ തയ്യാറാക്കത്തുള്ളൂ. ഉദാഹരണം ബീഫിൻ്റെ ലിവർ അല്ലെങ്കിൽ ചിക്കൻ്റെ ലിവർ ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ ലിവർ റെസിപ്പി തന്നെ തയ്യാറാക്കാൻ വരുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറി, നമ്മുടെ 3 days വൈൻ, പിന്നെ ചിക്കൻ മപ്പാസ്, അതൊക്കെയെന്ന് പറഞ്ഞാൽ അതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെ പറയണം, അൺബീറ്റബിൾ ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇനിയും ഇപ്പോൾ പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. അതുപോലെ മട്ടൻ കറിയൊക്കെ ആ രീതിയിലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വേറെ രീതിയിൽ നമ്മൾ മട്ടൻ കറി വെക്കത്തില്ല. അങ്ങനത്തെ കുറേ റെസിപ്പീസൊക്കെ ഉണ്ടല്ലോ എടുത്ത്. അപ്പോൾ റെസിപ്പീസിൻ്റെ മഹിമ എടുത്ത് പറയുമല്ല. അപ്പോൾ ആ റെസിപ്പികളൊക്കെ അതിനൊക്കെ എപ്പോഴും നിസ്സാരമായ ഒരു വൻപയർ തോരൻ അല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ കറി, അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്കെല്ലാം യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് ഹോമിൽ നമ്മുടെ ഫസ്റ്റ് റോയിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് വ്യൂസ് അല്ലെങ്കിലും ഞാൻ നിർത്തിയാലും, അതായത് ഇത്രയും നല്ലൊരു 1.5 വർഷത്തെ ഗ്യാപ്പ് എടുത്ത സമയത്തും എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനൽ എപ്പോഴും ആക്റ്റീവായിരുന്നു. പിന്നെ ഈ പുതിയ വീഡിയോസ് ഇടാത്തത് കൊണ്ടേ ഉള്ളൂ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ഓർമ്മിപ്പിക്കും നിങ്ങളുടെ പഴയ വീഡിയോസിനെല്ലാം വ്യൂ ഉണ്ട്, അത് കണ്ട് നിങ്ങൾ പുതിയ വീഡിയോസ് വീണ്ടും തയ്യാറാക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല, സമയം അനുവദിച്ചില്ല. ഇപ്പോഴും സമയമില്ല, എന്നാലും ഞാൻ സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം പിള്ളേരുടെ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അപ്പോൾ യൂട്യൂബൊക്കെ അതൊരു സൈഡിൽ കിടങ്ങ് പോകും. അപ്പം എന്നും കൂടെ ഒക്കെ ഞാൻ പഠിപ്പിച്ചാൽ മതി, പിന്നെ ഉള്ളതൊക്കെ അവർക്ക് ഈസിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയാലെ നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന്, ഒരു 4-5 ദിവസം കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങൾ വിചാരിക്കില്ല. അപ്പോൾ എന്നോട് 2-3 പേര് മെസ്സേജ് ചോദിച്ചു, ചേച്ചി പിന്നെ എന്ത് പറ്റി എന്ന് വീണ്ടും ചോദിക്കും. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സന്തോഷം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ വീഡിയോ വീണ്ടും പഴയതുപോലെ ഒരു വീഡിയോ 50K ആയത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയും മോളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അവൾക്കൊരു ബ്രേക്ക് കൊടുത്ത സമയത്ത് വന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, വീണ്ടും എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. താങ്ക്